ഹായ്, ബിസ്കസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ മിന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു 4, 5, 6 വയസ്സിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ മാല സ്വർണ്ണമാല ഇടലുണ്ടായിരുന്നു. അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ നൂല് കെട്ടിനെല്ലാം കെട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ മാലയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അതിനൊരു ദിവസം ഞാനും എൻ്റെ ഉപ്പയും കൂടെ ഇവിടെ പോയി ബസ്സിൽ. പെട്ടെന്ന് മാറിന്ന് മാല കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാലയില്ല. ഞാൻ ബസ് നിർത്തി. എന്താണ് ബസ് മൊത്തം ചെക്ക് ചെയ്ത് ആരോടെങ്കിലും ചോദിച്ചു. അങ്ങനെ അപ്പോൾ അമ്മ പറയും, അപ്പോൾ പോയി ആ മാല പോയി, പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു പോലും ആരോ എൻ്റെ കയ്യിൽ മാല അയക്കുന്നുണ്ടെന്ന്, അയച്ചു കൊണ്ടുപോയിന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അങ്ങനെ എനിക്കൊരു ഓർമ്മയില്ല കഴിക്കുന്നുണ്ടെന്നൊന്നും. അങ്ങനെ ആ മാല പോയി, അത് നഷ്ടപ്പെട്ടങ്ങനെ പോയി. അപ്പം ഉമ്മ എപ്പം പറഞ്ഞുകൊണ്ടിരിക്കും, പണ്ടത്തെ ദുബായിലൊരു ഇതാണ് ഇപ്പോൾ ദുബായിൽ നിന്നുണ്ടെന്നാണത്, അതാണ് ഉലുവാച്ചെയിൻ എന്ന് പറയാം. ഉമ്മ ഇപ്പം പറയും 1.25 പവൻ്റെ ഉലുവച്ചേൻ്റെ ഉലുവച്ചയും കളഞ്ഞോളാന്നാണ് അതിന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു കസിനുണ്ട്, ഒരാൺകുട്ടിയാണ്. അപ്പോൾ ഓനും ഈ സ്വർണ്ണമാല ഇട്ടുകൊണ്ടിരിക്കലുണ്ട് തന്നെ. എൻ്റെ കുടുംബത്തിൽ കുറച്ച് മുതിർന്നെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കുറച്ച് മുതിർന്ന ആൾ ഞാനാണ് പെൺകുട്ടിയുമായിട്ടുള്ളത്, ബാക്കിയെല്ലാം ആൺകുട്ടികളാണ്. അങ്ങനെ എല്ലാവരും കൂടുകയും എവിടെയും പോക്ക് ഞാനാണ്. എല്ലാവരും എന്നെയാണ് കൂട്ടിയിട്ടുണ്ട് പോകാം. അവർ ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പം, അവർ വേറെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. മുതിർന്നതെന്ന് പറയുമ്പം ഏത് പ്രായത്തിൽ 15, 6 വയസ്സ് അങ്ങനെ ആണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണം അവരടുത്തൊരു കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിക്ക് കല്യാണം വിളിച്ചപ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സെല്ലാം എടുത്ത് അവരെപ്പോഴും കല്യാണത്തിന് പോകാൻ വേണ്ടിക്ക് ഡ്രസ്സെല്ലാം എടുത്ത് കല്യാണ ദിവസം ഇപ്പോൾ എൻ്റെ ചിന്ത മൊത്തം എന്താണ്, എൻ്റെ ആ കസിൻ്റെ കഴുത്തിലിരിക്കുന്ന സ്വർണ്ണമാല എനിക്ക് ഇട്ടിട്ട് പോകണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയെന്ന് ഇവരാരും എനിക്ക് കിട്ടിയിരുന്നുമില്ല. എനിക്കാണെങ്കിൽ അത് ചോദിക്കാനും മതി. അങ്ങനെ കല്യാണത്തിന് പോകാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി റെഡിയായി, ഞാനും റെഡിയായി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അനങ്ങുന്നില്ല, നിന്നെടുത്ത്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്തേ, ഞാൻ പറഞ്ഞാൽ വരുന്നില്ല. എന്താ കാരണം, അതനങ്ങുന്നില്ല. അപ്പോൾ എന്താണ്, എനിക്ക് ആ മാല വേണം, എൻ്റെ കഴുത്തിലിരിക്കുന്ന മാല എനിക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഇവരിട്ടായിരുന്നുമില്ല, അത് എനിക്ക് ചോദിക്കാനും മടി. അങ്ങനെ ഇവരെന്നെ പിടിച്ച്